ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളിത് വാഷ് ബേസിൻ റിനോവേഷനാണ്. അപ്പോൾ നമുക്ക് ക്ലയൻറ്റ് തന്നിട്ടുള്ള രണ്ടും നിർദ്ദേശങ്ങൾ: ഒന്ന് ലോ എക്സ്പെൻസീവ് ആയിരിക്കണം, രണ്ട് കാണാൻ അത്യാവശ്യം ഭംഗിയുണ്ടായിരിക്കണം. അപ്പം നമ്മൾ രണ്ടിലും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചെറിയ ബജറ്റിലുള്ള ഒരു വാഷ് ബേസിനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇരുമ്പിൻ്റെ ഫ്രെയിം GI പൈപ്പ് 1 ഇഞ്ച് സ്ക്വയർ GI പൈപ്പിൽ ചെറിയൊരു ബോക്സ് അടിച്ചിട്ട് അതിൻ്റെ മേലെ പ്ലൈവുഡ് സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പ്ലൈവുഡിൻ്റെ മേലയിൽ നമ്മൾ മൈക്ക ലാമിനേഷനും കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്ലൈവുഡ് ഉപയോഗിക്കുന്നത് സാധാരണ മൾട്ടിവുഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇവിടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഓൾറെഡി കുറച്ച് പ്ലൈവുഡ് ബാലൻസ് ഉള്ളതുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്ലൈവുഡ് ഉപയോഗിക്കുന്നത്. അത് വാട്ടർ പ്രൂഫാണ്. അപ്പം പരമാവധി മൾട്ടിവുഡ് തന്നെ ഉപയോഗിക്കുക. കാരണം വാഷ് ബേസിൻ്റെ ഏരിയ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ സമയങ്ങളിലും നനവും വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതാണ്. മാക്സിമം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മൾട്ടിവുഡ് തന്നെ ഉപയോഗിക്കുക, പ്ലൈവുഡ് മാക്സിമം ഒഴിവാക്കുക. അപ്പം നമ്മൾ ആ രീതിയിൽ ഇപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രെയിം അടിച്ച് പിന്നെ ചെറിയൊരു ഡിസൈനും മോഡലും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയൊരു ലൈറ്റിങ്ങിൻ്റെ ഇതുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിവുഡിൽ CNC കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ അക്രലിക് വൈറ്റ് ഷീറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലൈറ്റിങ് വരുമ്പോൾ അത് നല്ലൊരു ഡിസൈന്, നല്ലൊരു കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ ചെയ്തതിനാൽ അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക് അത്യാവശ്യം കാണാനൊരു ഭംഗിയുണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലൊരു ലൈറ്റിംഗ് പോയിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ ഫൈനൽ ലുക്ക് വരിക, ഫിനിഷിങ് സ്റ്റേജിലുള്ള. അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു പോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.